ഹായ് ഡിയേഴ്സ്, ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആര്യ സ്റ്റാൻഡാണ്. ഒരു വുഡിൻ്റെ സ്റ്റാൻഡാണിത് കേട്ടോ. നമ്മുടെ സൗകര്യത്തിനും നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന പൊസിഷനിൽ ഹൈറ്റ് കൂട്ടിയും കുറച്ചും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇത്. വുഡ് കൊണ്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ബാക്കിൽ കണ്ട ഒരു ഹോൾ കാണുന്നുണ്ടാവും അല്ലേ. ഇത് നമുക്ക് മേലോട്ടും താഴോട്ടും പൊക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് ആ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിരിക്കുന്ന എനിക്ക് നേരെ ഈ ലെവലിലാണോ എത്രയാണ് നമുക്ക് വേണ്ടത് ആ ലെവലിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. താഴെ ഇരുന്ന് കൊണ്ടോ മുകളിലിരുന്ന് കൊണ്ടോ നമുക്ക് നമ്മുടെ സൗകര്യം പ്രകാരം നമുക്കിത് സൈസ് നമുക്ക് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഒരു ബാക്കിൽ കാണുന്ന 2 സ്ക്രൂ ഉണ്ടല്ലോ, അത് നമ്മൾ ഹൈറ്റ് പാകമാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളത് ടൈറ്റ് ചെയ്തെടുക്കുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത് കേട്ടോ. സ്ക്രൂ നമുക്ക് ഫ്രണ്ട് പോർഷനിലാണ് ഉണ്ടാവുക. അവിടെ നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കും, സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ നമ്മളതിൻ്റെ ഹെഡ് പോയിൻ്റ് കണ്ട ഹെഡിലാണ് നമ്മൾ റിങ് ഫിക്സ് ചെയ്യുക. റിങ് നിങ്ങൾക്ക് 8 ഇഞ്ചോ 10 ഇഞ്ചോ 3 എത്ര ഇഞ്ച് റിങ്ങാണോ നിങ്ങൾക്ക് വേണ്ടത് ആ റിങ്ങിൽ നിങ്ങൾ ക്ലോത്ത് ഇട്ട് ഓക്കെ ആയ ശേഷം, ക്ലോത്തൊക്കെ ഇട്ട് റെഡി ആയിട്ട് നമ്മുടെ ഈ ഹെഡിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടൊരു ഗ്യാപ്പ് കാണുന്നുണ്ടാവും അല്ലേ. ഈ സ്ക്രൂ നന്നായി ലൂസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൂസിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടാവും. ഈ ഗ്യാപ്പിനുള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത് ഫിക്സ് ചെയ്യുക. റിങ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യുക. നന്നായി ടൈറ്റ് ചെയ്യണം കേട്ടോ, കാരണം ചാടാൻ പാടില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ അതിനുള്ളിലോട്ട് വെച്ച് കറക്റ്റായിട്ടത് ടൈറ്റ് ചെയ്തെടുക്കുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് ആക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഹെഡ് നമുക്ക് ചലിപ്പിക്കാനും പറ്റും കേട്ടോ. കാരണം നമ്മൾ ക്ലോത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ബാക്ക് പോർഷനിൽ കെട്ടിടണം അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും അയച്ചെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ബാക്കിലൊരു സ്ക്രൂ കാണുന്നുണ്ടാവും. ആ സ്ക്രൂ നമുക്ക് മെല്ലെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ നമുക്കിത് മേലോട്ട് കറക്കിയെടുക്കാം. അതായത് താഴെ പോർഷൻ മേലോട്ട് പൊക്കാം. എന്നിട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടൊക്കെ ഇട്ട് നൂലെ കട്ട് ചെയ്ത് വീണ്ടും നമുക്ക് താഴോട്ട് തന്നെ കറക്കിയിട്ട് ലോക്ക് ചെയ്തെടുക്കുക. നന്നായി ലോക്ക് ചെയ്തെടുക്കുക. നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കിതിൽ എങ്ങനെയാണ് റിങ് ഫിക്സ് ചെയ്യുക, ഈ ക്ലോത്ത് ഫിക്സ് ചെയ്യുക എന്നുള്ള വലിയ റിങ്ങിൻ്റെ ഒരു പിക്ചർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. സ്റ്റോക്ക് പരിമിതമാണേ.